ന്യൂസ് 16 കേരള. പെരുന്നാൾ ദിനത്തിൽ ബിരിയാണി ചലഞ്ച് നടത്തി റിയാദ് പൊതുസമൂഹം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സൗദി ജയിലിൽ കഴിയുന്ന റഹീമിന്റെ മോചനത്തിനായി പണം കണ്ടെത്തുന്നതിനു വേണ്ടി രാഷ്ട്രീയ മതജാതീയ ചിന്തകൾക്ക് അതീതമായി റിയാദ് പൊതുസമൂഹം ഒന്നടങ്കം ഒരുമിച്ചത് ഏരിയകൾ തിരിച്ച് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ആവശ്യക്കാരിൽ നിന്നും ഓർഡറുകൾ സ്വീകരിക്കുകയായിരുന്നു. നൂറുകണക്കിന് റിയാദിലെ ഡ്രൈവേഴ്സ് ഗ്രൂപ്പിലെ ഡ്രൈവർമാർ റൂമിൽ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. 20,000-ൽ പരം ബിരിയാണിയാണ് സെയിൽ ചെയ്തത്. പെരുന്നാളിന്റെ 3 ദിവസം മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഇങ്ങനെ ബിരിയാണി ചലഞ്ച് എന്നൊരാശയവുമായി ഇറങ്ങിത്തിരിച്ചത്. അത് പരിപൂർണ വിജയത്തിൽ എത്തിയതിന്റെ ചാട്ടത്തിലാണ് ഇതിനും വേണ്ടി പ്രയത്നിച്ച എല്ലാവരും. വെളുപ്പിന് 3 മണി മുതൽ പാക്കിങ്ങിനും മറ്റ് മനുഷ്യ സ്നേഹികളായ സഹോദരങ്ങൾ പാക്കിംഗ് സ്ഥലത്തും എത്തിയിരുന്നു. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഉടനെ എല്ലാ ആഘോഷങ്ങളും മാറ്റിവെച്ച് റിയാദിന്റെ നാനാഭാഗത്തും ഉള്ള ജനങ്ങൾക്ക് പാക്ക് ചെയ്യാൻ നിശ്ചയിച്ച സ്ഥലത്തേക്ക് ഒഴുകുകയായിരുന്നു. ആരും ആരോടും നിർദ്ദേശത്തിനോ അനുവാദത്തിനോ കാത്തു നിൽക്കാതെ ഇത് തന്റെ കടമയാണ് എന്ന് കരുതി സ്വയം അർപ്പണബോധത്തോടെ എല്ലാ കാര്യങ്ങളും നിറഞ്ഞു പ്രവർത്തിച്ചു. തലേ ദിവസം മുതൽ ഉറങ്ങാതെയും ഭക്ഷണം കഴിക്കാതെയും നിൽക്കുന്നവരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. റിയാദിൽ മലയാളികൾ ഒരു വിഷയത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂടുന്ന കാഴ്ച ആദ്യമായാണ്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച കമ്മിറ്റി അംഗങ്ങൾ നൌഷാദ് ആലുവ, ഉമർ അലി ഒതുക്കുങ്ങൽ, അസ്ലം ഭാരത്, ഷൈജു പച്ച, ഫൈസൽ തമ്പലക്കോടൻ, സജീർ സലിം, ഡ്രൈവേഴ്സ് യൂണിയൻ ഷംനാസ് അയ്യൂബ്, കൂടാതെ ഷിഹാബ് കൊട്ടുകാട്, സെബിൻ ഇക്ബാൽ, CP മുസ്തഫ, സിദ്ദീഖ് അലുബറമൻ, റഹ്മാൻ മുനമ്പത്ത്, സുധീർ കുമ്മിൽ, സാനവാസ് വെള്ളിമാർക്കുന്ന്, ജോർജ് തൃശൂർ, സുരേഷ് കണ്ണപുരം, സിദ്ദീഖ് തൂവൂർ, അലക്സ് കൊട്ടാരക്കര എന്നുവേണ്ട റിയാദിലെ മുഖ്യധാര സംഘടനകളായ OICC, കേളി, KMCC, നവോദയ, മറ്റു പ്രാദേശിക കൂട്ടായ്മകൾ, സാധാരണക്കാർ എല്ലാവരും ഒത്തുചേർന്ന ഒരു കൂട്ടായ പ്രയത്നമായിരുന്നു ബിരിയാണി ചലഞ്ച്. ക്യാമറമാൻ മനോജ് പൂക്കോട്ടുംപാടത്തിനോടൊപ്പം റിപ്പോർട്ട് മജീദ് KP 16. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.